2023 ഒക്ടോബർ 14 കതിരൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ ബസ് CNG ഓട്ടോറിക്ഷയ്ക്ക് ഇടിക്കുകയും ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് മരണപ്പെട്ട അഭിലാഷിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU പാനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച ഫണ്ട് ജില്ലാ സെക്രട്ടറി UV രാമചന്ദ്രൻ ജനകീയ കമ്മിറ്റിക്ക് കൈമാറി. 1,58,000 രൂപയാണ് ജനകീയ കമ്മിറ്റിക്ക് കൈമാറിയത്. കതിരൂരിൽ വെച്ച് നടക്കാൻ ഇടയായി. ആർക്കും ഒന്നും രക്ഷാപ്രവർത്തനം എന്നുള്ളതിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിവിടെ അതുമായി ബന്ധപ്പെട്ട് നടന്ന സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിവിടെ പങ്കെടുത്തിരുന്നു. തൊഴിലാളിയുടെ കുടുംബ അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ അത് ഏകദേശം നമ്മുടെ സഖാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ അവസരത്തിൽ അത് പറയുന്നത് നല്ലതായിരുന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട ക്ഷേമനിധി നിലവിലുള്ള ഒരു മേഖലയാണ് മോട്ടോർ മേഖല എന്ന് പറയുന്നത്. ആ മോട്ടോർ മേഖലയിലെ ക്ഷേമനിധി തൊഴിലാളികൾ എത്രത്തോളം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അംഗത്വം എടുത്തുകൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി താല്പര്യം കാണിക്കുന്നു എന്നുള്ളതിന് രാജമാസ്റ്റർ സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ KK സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അഭിലാഷിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിക്കുന്ന പ്രദേശത്തെ ആളുകൾ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന കമ്മിറ്റിയെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന നിലയിൽ ഏറ്റെടുത്തത്. ആ പ്രവർത്തനം നേരത്തെ തന്നെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. കമ്മിറ്റിക്ക് കൈമാറുന്നത് ഇന്നത്തെ ദിവസമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ സമയത്തും ചുക്ലിയിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ സംഖ്യ പോലും ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ച തുക 1,58,000 രൂപ ഇവിടെ വെച്ച് ഏൽപ്പിക്കുകയാണ്. K. സുജിത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനകീയ കമ്മിറ്റി ഭാരവാഹികളായ വിജയൻ മാസ്റ്റർ, K. ബാബു, MB ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് വൈകിട്ട് പാറാട് വെച്ച് നടക്കുന്ന ചടങ്ങിൽ KP മോഹനൻ MLA ജനകീയ സമിതി ശേഖരിച്ച ഫണ്ട് കുടുംബത്തിന് കൈമാറും. സമഗ്ര ന്യൂസ്, പാനൂർ.